നിങ്ങൾ സിറ്റിയിലെവിടെ കറക്റ്റ് വരാം? യു പി സ്കൂളിന്റെ അടുത്ത് തന്നെ. ഞാൻ ഏകദേശം താണ ആനടുക്ക് താണ ഉണ്ടല്ലോ, ആ സൈഡിലെ വരിക. അപ്പോ എനിക്ക് ഈ നോമ്പോർമ്മകൾ നമ്മൾ പറയുമ്പോ പിന്നെ ഈ ആ ചുറ്റുവട്ടത്ത് എവിടെയായാലും ആനടുക്ക് താണ ചൊവ്വ, ഈവൻ ചൊവ്വ വരെ എത്താണെങ്കിൽ അത് ആ ഒരു നോമ്പോർമ്മ എപ്പോഴും സിറ്റി ആയിട്ട് ഒരു കണക്ഷൻ ഉണ്ടാവും. അത് ആർക്കായാലും നിങ്ങളിപ്പോ നമ്മൾ ചുറ്റുവട്ടത്തുള്ള ആരോട് ചോദിച്ചാലും നോമ്പോർമ്മകൾ എന്തായിരിക്കും, സിറ്റി എന്ന് പറഞ്ഞ സ്ഥലമായിട്ട് വല്ലാതെ കണക്റ്റഡ് ആയിരിക്കും. അതെന്താ അങ്ങനെ? അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ? നിങ്ങളിപ്പോ അവിടെ നീർച്ചാലാന്നല്ലോ. എനിക്ക് തോന്നുന്നത് ഈ അറക്കൽ രാജവംശത്തിന്റെ പാരമ്പര്യമായിട്ട് വരുന്ന കുറച്ച് സംഭവം. അത് ശരിയാണ്. പിന്നെ ഒരു മുസ്ലിം പാരമ്പര്യം ഉണ്ട്. അതോടൊപ്പം സിറ്റിക്ക് ഒരു ചരിത്രപരമായ പ്രത്യേകതകളുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു പിന്നെ അവർ പരമ്പരാഗതമായി തുടരുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടാവും. അതുകൊണ്ടായിരിക്കണം അത്ര. ഇപ്പൊ ഞാൻ പറയാന്ന് വെച്ചാല് പിന്നെ ഈ നോമ്പ് നമ്മള് മാസം കാണുമല്ലോ. മാസം കാണുമ്പോൾ നമ്മൾ ഇപ്പോഴും കണക്ട് ചെയ്യുന്നത് സിറ്റി ആയിട്ടാണ്. അതായത് ആ ജുമാഅത്ത് പള്ളിയുടെ മേലെയുള്ള ആ ഒരു ചന്ദ്രക്കലയുടെ ഒരു ലൈറ്റ്, പിന്നെ പുറത്തെ ഉണ്ട ലൈറ്റ്, അതിങ്ങനെ മാസം കാണുമ്പോ അതങ്ങ് കിട്ടാല് പിന്നെ അത് നോക്കാൻ വേണ്ടിട്ട് ടൗണിൽ നിന്നൊക്കെ ആള് വരും. അവരാ എന്താ വെച്ചാൽ ഇവരാണ് ഈ മാസം വിളി പബ്ലിഷ് ചെയ്യാൻ വേണ്ടി പുറത്ത് പറയാന്. അതെ അതെ അറക്കൽ ഉണ്ടല്ലോ, അറക്കൽ ഭരിച്ചിരുന്ന ആ ഏരിയയിലേക്ക് അന്ന് മാസം കണ്ടത് പ്രഖ്യാപിച്ച് ഫൈൽ ചെയ്യണമെങ്കിൽ അറക്കൽ ബീവിയോ അല്ലെങ്കിൽ അറക്കൽ രാജ ആ സമയത്ത് ആരാണ് സ്ഥാനത്തുള്ളത് അവരെ കൺഫേം ചെയ്തിട്ട് അവര് കൺഫേം ചെയ്താലേ മാസം എടുത്തായിട്ട്. അതായത് ഇപ്പോഴത്തെ കാലിനെ പോലെയുള്ള ഒരു സെറ്റപ്പ് അല്ലേ? അതിപ്പോ ഉണ്ട്. പിന്നെ അതിപ്പോ ഉണ്ട്. അറക്കൽ രാജവംശത്തിന്റെ ആ ഒരു പെർമിഷൻ കൂടി നമ്മുടെ നാട്ടില്. ഈ ആദിരാജ ഇപ്പൊ എങ്ങനെയാണ് അതിന്റെ ഒരു സെറ്റപ്പ്? ആദിരാജാന്റെ പരമ്പര പിന്നെ അറക്കൽ ബീവി ഉണ്ടല്ലോ. ഇപ്പൊ അറക്കൽ ബീവി ഉണ്ടാ? ഇപ്പൊ മുത്തു ബീവി എന്നൊന്നും എനിക്ക് ഓർമ്മയില്ലേ. കുറച്ചു മുമ്പ് നമ്മുടെ ഈ അറക്കൽ ബീവിന്റെ ഇപ്പം താമസിക്കുന്ന എല്ലാവരും അറക്കൽ ബീവി ആയിട്ടും ആദിരാജന്റെ ആ പാരമ്പര്യമായിട്ട് വരുന്ന ആ ഒരു പിന്നെ പാരമ്പര്യമായിട്ട് വരുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ താമസിക്കുന്നത് ഭരണശ്ശേരിയിൽ ഉള്ള അറക്കൽ ഒരു പിന്നെ വലിയൊരു തറവാടുണ്ട്. ഞാൻ മനസ്സിലാക്കിയത് അവരിപ്പോഴും ആ തലമുറ കൈമാറ്റം ഇങ്ങനെ അല്ലെ പേരിനെങ്കിലും ചെയ്തു വരുന്നുണ്ട്. അതിപ്പോ നടന്നുകൂടുണ്ട്. അത് ഓരോ സമയത്ത് അവസാനം മുത്തുബീവി എന്ന് പറഞ്ഞിട്ട് ആയിരുന്നു. അതില് അറക്കൽ രാജകുടുംബത്തില് ഏറ്റവും പ്രായം കൂടിയ ഒരാളുണ്ടാവില്ല. അവരായിരിക്കും ആ സമയത്ത് ഇന്നത്തെ ഒരു പിന്നെ കാദിയുടെ സ്ഥാനത്തുണ്ട്. അവര് മുഖേനയുള്ള കുറെ കാര്യങ്ങൾ ഇപ്പം നടക്കുന്നുണ്ട്. പിന്നെ ഞാൻ കേട്ടതെന്നല്ല, ഇപ്പൊ ഈ അടുത്ത കാലം വരെ അത് ഉണ്ടായിനി. ഈ പിന്നെ ഉട്ടോബാവമാരുണ്ടല്ലോ. സിറ്റിയായിട്ട് പറയുമ്പോൾ നമ്മള് ഫസ്റ്റ് പറയുന്നത് ഉട്ടോബാവമാരാണ്. ഉട്ടോബാവ എന്ന് പറഞ്ഞാൽ ആക്ച്വലി പിന്നെ ഈ അറക്കൽ രാജവംശം തന്നെ പിന്നെ ഈ നോമ്പ് കാലത്ത് ഈ മറ്റേ അത്താഴത്തിന് ആളെ വിളിച്ചെണീപ്പിക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, പിന്നെ അവര് നമ്മളെ നാട്ടുകാരല്ല, ആക്ച്വലി അവര് പിന്നെ ആന്ധ്രാപ്രദേശിൽ നിന്ന് വരുന്ന എന്തോ ഒരു മുസ്ലിം, അവരെന്തോ പേര് പറയും, ഡക്കാനി മുസ്ലിംസ്. അവര് ഒരു തൊഴിലാക്കിയിട്ട് അവരിങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ട് പിന്നെ ഒരു 2-2.5 മണിക്കൊക്കെ അവർ സ്റ്റാർട്ട് ചെയ്യും. പാട്ടും ബാൻഡും ഒക്കെ ആയിട്ട് എല്ലാ വീട്ടിലും അങ്ങ് കേറിയിട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ അത് ഈ അറക്കൽ രാജവംശം തന്നെ ഏൽപ്പിച്ചതാണ്. അതെ അതെ, എനിക്ക് തോന്നുന്നു അത് ഈ കൊറോണ ലോക്ക്ഡൌണിന്റെ സമയത്താണ് ഒന്ന് സ്റ്റോപ്പായി പോയത് അല്ലെ? അതുവരെയും അവര് വന്നിരുന്നു. ശേഷം കഴിഞ്ഞ വർഷം അല്ല 2 വർഷം മുമ്പ് വന്നിരുന്നു 1-2 ആൾക്കാർ ഒരേതായിട്ട്. നമ്മുടെ ചെറുപ്പത്തിലെല്ലാം അവിടെ ആ അറക്കൽ രാജാവിന്റെ അറക്കൽ തറവാട്ടിലേക്ക് അറക്കൽ രാജവംശത്തിലേക്ക് കയറുന്ന ദീനുൽ ഇസ്ലാം സഭന്റെ മുമ്പിലുള്ള വഴിയുണ്ടല്ലോ, അറക്കൽ കെട്ടിന് മുമ്പില് ആ ഒരു 2 ഭാഗത്തിൽ തിണ്ണയുണ്ട്. ആ ഒരു തിണ്ണയിൽ ഇവര് ഈ നോമ്പോടിയും കഴിഞ്ഞാല് ഇവര് ഫാമിലി ലേഡീസ് ഉണ്ടാവില്ല, മക്കളും ഉപ്പയും മക്കളും ഇവരെല്ലാം ആയിട്ട് ആ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും ആയിട്ടുള്ള ആ ഒരു തിണ്ടയിൽ ആ ഒരു സമയം കാത്തിക്കാൻ വേണ്ടിട്ട് മഗ്‌രിബ് കഴിഞ്ഞാല് വെയിറ്റ് ചെയ്യും. നോമ്പിന്റെ നോമ്പിന് മുമ്പായിട്ട് തന്നെ ഇവര് എന്ത് ചെയ്യും, കണ്ണൂർ സിറ്റിയിലെത്തുന്നതോ അല്ലെങ്കിൽ നമ്മുടെ മക്കാനി ഉണ്ടല്ലോ, മക്കാനിയിലാണ് അവർ താമസിക്കല്. ഞാൻ തോന്നുന്നു എനിക്ക് പിന്നെ ഈ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ കണ്ടിരുന്നു. പിന്നെ ഒരാള് മാത്രം വന്നിട്ട് അവർ ആ തലമുറ കൈമാറ്റം ഇപ്പോഴും അവർ ആ ബന്ധം കാത്തു സൂക്ഷിക്കുന്നുണ്ടല്ലോ, ഇപ്പോഴും വന്നിട്ട് അതെ അവരങ്ങനെ ഇതാക്കുന്നുണ്ട്. അത് ഇവരായിട്ട് ഏൽപ്പിച്ചതാകും. 2 മണി തുടങ്ങിയാല് ഓരോ ഏരിയയിൽ വെച്ചിട്ട് ഇവർ റൗണ്ട് ചെയ്യും. ശരിക്കും അത് ഉഠോബാവയാണ്. അതിനെയാണ് നമ്മൾ ഉട്ടോബാവ അല്ലെ, നമ്മൾ സിറ്റിക്കാരുടെ ഉട്ടോബാവയാക്കി മാറ്റി. പിന്നെ നമ്മുടെ സിറ്റി ജുമാഅത്ത് പള്ളി എത്ര പഴക്കമുണ്ടാവും? 600 വർഷം പഴക്കമുണ്ടാകുന്ന അവിടെ നമ്മുടെ നാട്ടുകാർ. 600 വർഷം പഴക്കമുണ്ടല്ലേ? ഈ അറക്കൽ അവരെടുത്ത് തന്നെയല്ല സാധനം?
അർക്കൽ രാജവംശം അവർക്ക് നമ്മുടെ നാട്ടിൽ വേണ്ടിയിട്ട് എടുത്ത പള്ളിയാണ്. ഇപ്പം അടുത്ത ഒരു 5-6 വർഷം മുമ്പ് പുതുക്കി പണിത്. ഒരു 15 കൊല്ലം മുമ്പും ഇതേപോലെ നമ്മൾ മദ്രസയിൽ പഠിക്കുന്ന സമയത്ത്, ദീനസഭയിൽ മദ്രസയിൽ പഠിക്കുന്ന സമയത്ത് പിന്നെ ഈ ജുമാഅത്ത് പള്ളി അന്ന് പുതുക്കിപ്പണിയായിരുന്നു. പുതുക്കിപ്പണി വെച്ചാൽ അതിന്റെ ഉള്ളിൽ അതിന്റെ പുറമേ ഒന്നും തൊടൂല. ഓട് പോലും പിന്നെ കിട്ടിയിട്ടില്ലെങ്കിൽ പല സ്ഥലത്തും നോക്കി അതിന് മേച്ചായ ഓടൊക്കെ വാങ്ങിച്ച് അന്ന് 15 വർഷം മുമ്പ് ചെയ്തതിന് പിന്നെ ഇപ്പൊ ഈ 5 വർഷം മുമ്പും പിന്നെ ഒരുപാട് പൈസ ചെലവാക്കിയിട്ട് പഴയ ഒരു പിന്നെ നിലനിർത്തിക്കൊണ്ടല്ലേ നിലനിർത്തിക്കൊണ്ട് തന്നെ. ഈ പിന്നെ നമ്മള് നോമ്പ് പറയുമ്പോ ഈ അത്താഴം ഉണ്ടല്ലോ, അത്താഴം നമുക്കൊരു വീക്ക്നെസ് ആണ്. അത്താഴം പറയുമ്പോ എനിക്ക് തോന്നുന്നു ആ മാസിന്റെ ഒരു എഫക്ട് അല്ലേ, ഉണക്കം മാസ്. അത് ശരിക്കും ട്യൂണല്ലേ, നമ്മള് ഫിഷ് അല്ലേ? ട്യൂണ ഉണക്കിയിട്ട് ചൂര ഉണക്കിയിട്ട് ഇത് വരുന്നത് ലക്ഷദ്വീപ് നിന്നാണ്. ലക്ഷദ്വീപ് ആദ്യം ആരണ്ടറിലായിരുന്നു. ആദ്യം അറക്കൽ രാജവംശം ഭരിച്ച സ്ഥലമാണല്ലോ. അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലേ, അവര് നോക്കി നടത്തിയ സ്ഥലമാണ്. അവരുടെ ഭരണത്തിലുണ്ടായ പിന്നെ പ്രദേശമാണ് ഈ ലക്ഷദ്വീപ്. ലക്ഷദ്വീപ് എന്ന് പറയുന്നത് 12 ദ്വീപുകൾ കൂടിയ ഒരു സമൂഹമാണ്. അതില് 8 ഈ മാസ് വരുന്നത് അവിടുന്ന്. അവിടുന്ന് ചൂര പിടിച്ചുകൊണ്ടാണ് അതിന് പുഴുങ്ങിക്കതിന് ശേഷം പിന്നെ ഒരു 2 ആഴ്ചത്തെ പ്രിപ്പറേഷൻ. മറ്റേ വെളുത്തുള്ളി ഇതൊക്കെ ഇട്ടിട്ട് തേങ്ങ ഒക്കെ ഇട്ടിട്ട് അത്താഴത്തിന് ഒരു ചോറ്. അതിന്റെ ഫീലിംഗ് എല്ലാ വീട്ടിലും അല്ലേ? എല്ലാ വീട്ടിലും പിന്നെ രാത്രി അതന്നെ ആയിരിക്കും. പിന്നെ എനിക്ക് തോന്നിയത് ഒന്ന് വെച്ചാല് പിന്നെ ഈ വീട്ടില് നമ്മളെ കണ്ണൂര് നിങ്ങൾക്ക് അറിയാലോ, കണ്ണൂര് നമ്മളെ പിന്നെ ഈ മരുമക്കത്തായം ആ ഒരു ചരിത്രം ഉണ്ടല്ലോ നമുക്ക്. അപ്പോ കല്യാണം കഴിഞ്ഞാല് പിന്നെ പെണ്ണിന്റെ വീട്ടിലായിരിക്കും സ്വാഭാവികമായിട്ട് നമ്മളൊക്കെ താമസിക്കുന്നത്. കാസർഗോഡിന്റെ അതെ. അത് ശരിക്കും ആ പഴയ ബ്രാഹ്മണരുടെ സിസ്റ്റാണെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. കറക്റ്റ് അതിനെ പറ്റി അറിയില്ല. പക്ഷെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് പിന്നെ ഈ ഉമ്മാമ ഉണ്ടല്ലോ, ഉമ്മാമ. നമ്മള് വീട്ടിലെ ഉമ്മാമക്ക് ഒരു പവർ ഉണ്ട്. ഉമ്മാമായിരിക്കും ഇപ്പൊ നോമ്പിന്, പ്രത്യേകിച്ച് എനിക്കൊന്ന് നോമ്പിന് പിന്നെ ഈ കുട്ടികളെയും വീട്ടിന്റെ ഒക്കെ ഒരു കൺട്രോൾ ഉമ്മാമൊക്കെ ആയിരിക്കും. അപ്പോ ഈ മാസ് എന്നൊക്കെ പറയുമ്പോ എനിക്കൊന്ന് മാസ് അടിച്ചത് ആ സാധനങ്ങളൊക്കെ ചെയ്യുന്നത് ഉമ്മാമയാണ്. അതുപോലെ തന്നെ രാത്രി നമ്മള് പിന്നെ പിറ്റേത്തെ നോമ്പിന്റെ ഒരു നീയത്ത് വെക്കലുണ്ടല്ലോ, അതൊരു ചടങ്ങാണ് ആക്ച്വലി. അത് ഉമ്മാമയാണ് നമുക്ക് എന്ത് ചെയ്യാ, ഉമ്മാമയാണത് പറഞ്ഞുതരാ. നെയ്ത്തു സമോദി നടത്തി നമ്മളതിങ്ങനെ ഏറ്റു ചൊല്ലുന്നേ. അതെനിക്കൊന്ന് അത് നമ്മുടെ പ്രദേശത്ത് എല്ലായിടത്തും ഏകദേശം അതേ സിസ്റ്റം തന്നെ പറഞ്ഞിട്ടില്ലെങ്കിൽ നോമ്പില്ല. അതെ നോമ്പില്ല. നമ്മുടെ മനസ്സിലേക്ക് എത്തുണ്ടാവും. ഇത് പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ ചിലപ്പം ഉമ്മ പറയും നീയത്ത് വെച്ചിട്ടല്ല നിനക്ക് ചില എടുക്കാൻ പറ്റാത്തവർക്ക് പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് നീയത്തെല്ലാം വെച്ച് കൊടുക്കും. ഇന്ത പത്ത എന്നെല്ലാം പറഞ്ഞാൽ നമുക്ക് നമ്മൾ എടുക്കാൻ പറ്റില്ല, നമ്മൾ എടുക്കണം നിർബന്ധം പിടിക്കും. അപ്പം നീ ആ സമയത്തുള്ള നോമ്പിന്റെ ഫീല് ഒരു ഭയങ്കര തന്നെ. ഈ നോമ്പിന്റെ കാര്യം പറയുമ്പോണ്ടല്ലോ, നമ്മള് പിന്നെ സ്കൂളുണ്ടാവും പിന്നെ, പക്ഷെ ഈ സ്കൂൾ അവധിയുള്ള ദിവസങ്ങൾ എന്ത് ചെയ്യും, താണകപ്പള്ളിയില് അസറിന് നമ്മള് താണകപ്പള്ളിയിലെ കൂടുക. അന്നത്തെ ലോറിനൊക്കെ ഉറക്കായിരിക്കും, ഉറങ്ങിയിട്ട് അസറിന് കൂടും. അസർ നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ താല് കുന്നിറങ്ങി വന്ന് നമ്മളെ നിയാസ്ഖാന്റെ തവക്കൽ സ്റ്റോർ ഉണ്ടല്ലോ, തവക്കൽ സ്റ്റോറിന് സൈക്കിള് വാടക എടുക്കും. 2 രൂപയാണ് ഈ മുക്കാല് പാലത്തിനടുത്ത്. അപ്പോ പിന്നെ ഈ മുക്കാല് നല്ല സൈക്കിൾ ഉണ്ടല്ലോ, കാല് മുക്കാല് നമ്മളെ സൈസ് എന്നാലും വരിക. അപ്പൊ അതെടുത്തിട്ട് ഒരു പോക്കുണ്ട് എടാ നമ്മുടെ കോട്ടയിലേക്ക്, ടിപ്പുവിന്റെ കോട്ടയിൽ പോയിട്ട് പിന്നെ അതിന്റെ മതിലിന്റെ മേലെ കയറിയിരിക്കും. അവിടെ കയറിയിരുന്ന അതിന്റെ സിറ്റി നമുക്ക് അങ്ങനെ ഹാർബറിന്റെ ഏരിയ അതെ. അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ സ്വർഗം പറയിരുന്ന് ഒരു മൈരീവ് ഇങ്ങനെ അടുത്ത് കണ്ടാല് വാങ്ങ് കൊടുക്കുന്നത് കണ്ടാല് തിരിച്ച് വീട്ടിലേക്ക് വരും. ആ സമയത്ത് എത്തുന്ന സമയം അനുസരിച്ചിട്ട് വീട്ടിലേക്ക് വരും. അതൊരു നല്ല നോമ്പിന്റെ ഒരു ഓർമ്മയാണ്. അങ്ങനെ തിരിച്ചു വന്ന് അപ്പൊ എല്ലാം റെഡി ആയിരിക്കും, നോമ്പൂറിന്റെ സാധനങ്ങളൊക്കെ. നോമ്പൂറ അടിച്ച് പിന്നെ എന്ത് ചെയ്യാ, സിറ്റിയിലേക്ക് ഇറങ്ങുക. നോമ്പ് തുറ കഴിഞ്ഞിട്ടാണ് പരിപാടി. സിറ്റിയിലേക്ക് ഇറങ്ങിയ പിന്നെ നിങ്ങൾക്കറിയാലോ അതിപ്പോ അവര് അവിടെ ഇപ്പോഴും ഉണ്ടല്ലോ. പക്ഷെ ഇപ്പൊ എനിക്കൊന്ന് ഫുള്ള് മറ്റേ എന്താ പറയാ, പുതിയ ഭക്ഷണങ്ങൾ, മന്തി, പിന്നെ നമ്മളെ ഡെസേർട്ട്, നാഷണൽ ഡെസേർട്ട് എന്ത് ചരണ്ടി, കക്കിരി കച്ച ആവിൽക്കാണ്ട് ചരണ്ടി എന്ന് പറഞ്ഞാല് പിന്നെ ഈ ഐസ് ചരണ്ടിയിട്ട് ഈ ടൂട്ടി ഫ്രൂട്ടി, പിന്നെ നന്നാറി,
പൂവമ്പഴോ, കടല 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 ഐസ്ക്രീം, പിന്നെ അതിന്റെ കൂടെ ഐസ്ക്രീം, മേലെ ഐസ്ക്രീം അതിട്ടിട്ട് ഒരു പിടുത്തുണ്ടല്ലോ, ചിരണ്ടി പിന്നെ ഓംലെറ്റും പിന്നെ ഇതുണ്ടാവും. ഫുഡ് പലതരത്തില് കായട മറ്റേ സാധനം അമരാൻ വേണ്ടിട്ടൊരു സാധനം ചുക്കാപ്പി. എല്ലാന്നേരം ആബിദ്ക്കെല്ലാം അന്നേരം ഉണ്ടല്ലേ ആ സാധനം, കച്ചിന്റെ സാധനം. ആബിക്ക് അന്ന് ഒരുപാട് ഓർമ്മയില്. പക്ഷെ എനിക്ക് തോന്നുന്നു അത് ഇപ്പോഴും അവര് അങ്ങനെ കൊണ്ടുപോകുന്നുണ്ടല്ലോ. അതെ അതെ. ഇപ്പം പിന്നെ റംസാൻ ചന്താന്ന് ഒരുപാട് സ്റ്റാളുകൾ ഒരുപാട് ഭയങ്കര നോമ്പായിട്ട് ബന്ധപ്പെട്ടിട്ട്. ഈ ബീച്ചിലെ കൂടി ഇങ്ങനെ നടക്കുമ്പോ പിന്നെ നമ്മളെ സിറ്റി പോയിട്ട് പഴയ കച്ചും ചേരന്റെയൊക്കെ അടിക്കാനൊരു പൂതി അല്ലേ? തീർച്ചയായിട്ടും. റമദാൻ ഇങ്ങ് എത്തിയല്ലോ, ഒരു ഫീൽ ഒന്നും കൂടി വേണമായിരുന്നു അല്ലേ? അതെ അതെ.